ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ മഖാരിജുൽ ഹുറൂഫിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമ്മൾ ജനറൽ മഖ്റജ് അല്ലെങ്കിൽ മഖാരിജുൽ ആമ്മ, 5 ആമ്മയായ മഖ്റജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അൽ ജൗഫ് അല്ലേ? അൽ ജൗഫാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ ഹൽഖ്, രണ്ടാമത്തെ മഖ്റജ്, മഖ്റജുൽ ആം അല്ലെങ്കിൽ പൊതുവായ രണ്ടാമത്തെ മഖ്റജ് അൽ ഹൽഖ്. ഓക്കെ, തൊണ്ട, നമ്മളുടെ തൊണ്ടയിൽ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണ് അല്ലെ, അറബിയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് വരുന്നതെന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് തൊണ്ട? തജ്വീദിക്കലി തൊണ്ട എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? തജ്വീദിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ തൊണ്ടയെ പഠിക്കുന്നത്, അല്ലാതെ സയൻറ്റിഫിക്കലി ഒന്നുമല്ല, ബയോളജിക്കലി ഒന്നുമല്ല. നമ്മൾ തജ്വീദിക്കലിയാണ് തൊണ്ടയുടെ ഭാഗങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ തൊണ്ടയെടുക്ക് 3 ഭാഗങ്ങളാണുള്ളത്. തൊണ്ടയ്ക്ക് 3 തജ്വീദിൽ പ്രകാരമെങ്കിൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന മഖ്റജിനെ ആയിട്ട് ബന്ധപ്പെടുത്തി തൊണ്ടയ്ക്ക് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് അദിനൽ ഹൽഖ്, അദിനൽ ഹൽഖ് ഇങ്ങോട്ട് തുടങ്ങാം അല്ലേ? അഖ്സൽ ഹൽഖ്, ഒന്നാമത്തേത് അഖ്സൽ ഹൽഖ്. ഈ ഒരു ഭാഗം അഖ്സ. അഖ്സ എന്ന് പറഞ്ഞാൽ ദൂരത്തുള്ളത് എന്നർത്ഥം. അഖ്സ എന്ന് പറഞ്ഞാൽ ദൂരത്തുള്ളത്, ഹൽഖ് തൊണ്ട. അപ്പോൾ അഖ്സൽ ഹൽഖ് തൊണ്ടയുടെ ഏറ്റവും അങ്ങേ അറ്റത്തെ, തൊണ്ടയുടെ ഏറ്റവും അകലെയുള്ള ഭാഗം. അതിനാണ് എന്താണ് ഈ അകലെയുള്ള എന്ന് പറഞ്ഞാൽ ദൂരെയല്ലേ? ഏറ്റവും ദൂരത്തുള്ളത് എന്നാണ് അകലെയുള്ളത് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ദൂരം കണക്കാക്കുന്നത് വെച്ചാൽ, വായ, ഇവിടെ നമ്മളെ നാവാണ്, നമ്മുടെ വായയുടെ ഓപ്പനിങ് ആണെങ്കിൽ ഇതിൽ നിന്നും ഏറ്റവും അകലെയാണ് ഈ ഒരു മഖ്റജ് വരുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ മഖ്റജ്. ഓക്കെ, രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതായി ഒരു ഭാഗമാണ്, ഈ ഒരു ഭാഗം. ഓക്കെ, ഈ ഒന്നാമത്തെ ഓരോ തൊണ്ടയുടെ ഓരോ മഖ്റജുമായി ബന്ധപ്പെടുത്തി നമുക്കൊരോ അവയവങ്ങളുണ്ട്. ഓരോ അവയവങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് നമ്മുടെ വോക്കൽ കോഡ്. വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ സൗണ്ടുകളും പുറപ്പെടുന്നൊരു സ്ഥലം, അതവിടെയാണ്. ഇവിടെ നിന്നാണ്, ഇതാണ് ഒന്നാമത്തെ മഖ്റജിൻ്റെ നമ്മുടെ ബോഡിയിലെ ഒരു ഭാഗം, തൊണ്ടയിലെ ഒരു ഭാഗം. രണ്ടാമത്തെ മഖ്റജ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എപ്പിഗ്ലോട്ടിസ്, ഈ എപ്പിഗ്ലോട്ടിസിൽ നിന്നാണ്, അതാണ് രണ്ടാമത്തെ മഖ്റജ്. രണ്ടാമത്തെ മഖ്റജ് എന്ന് പറയുന്നത് വസത്തൽ ഹൽഖ്. വസത്തൽ ഹൽഖ് അല്ലെങ്കിൽ തൊണ്ടയുടെ മധ്യഭാഗം. വസത്ത എന്ന് പറഞ്ഞാൽ ഇതാണ് തൊണ്ടയുടെ മഖ്റജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗങ്ങളാണ്. ഒരു ത്രികോണത്തിനുള്ളിലുള്ളതാണ് തൊണ്ടയുടെ ഭാഗങ്ങൾ. അതിൽ ഏറ്റവും അകലെയുള്ളതാണ്. അകലെ നോക്കുന്നത് നമ്മൾ വായയിൽ നിന്നാണ്, വായയിൽ നിന്നാണ് എന്നുള്ള അകലാണ് നോക്കുന്നത്. ഇപ്പോൾ ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഇത് ഏറ്റവും അടുത്ത ഭാഗമാണ്, ചെസ്റ്റിനോട് ഏറ്റവും അടുത്തതാണ്, വായയിൽ നിന്ന് ഏറ്റവും അകലുള്ളതാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തേത് എന്ന് പറയുന്നത് വസത്തൽ ഹൽഖ്, ഇത് മധ്യത്തിലാണ്. ഇവിടെയുള്ള അവയവം എന്ന് പറയുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. ഈ ഒരു മഖ്റജിൻ്റെ പേര് വസത്തൽ ഹൽഖ്. വസത്തൽ ഹൽഖ് മഖ്റജിൻ്റെ പേര് തൊണ്ടയുടെ മധ്യഭാഗം. ഈ ഒരു
മധ്യഭാഗത്തുള്ള അവയവത്തിൻ്റെ പേര് എപ്പിഗ്ലോട്ടിസ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പേര് പഠിച്ചാൽ നന്ന്, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് പഠിച്ചോളണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും കേൾക്കുക. വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ പേരുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയും പേര് മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബേജാറാവാനില്ല. എല്ലാവരും കുറേ തവണ ഈ പറയുന്ന ആൾക്കാരൊക്കെ നമുക്ക് കുറേ പല ക്ലാസ്സുകളും കേൾക്കും. എല്ലാവരും എത്രയോ തവണ 100 തവണയൊക്കെ കേട്ട ആൾക്കാർ കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇത് വസത്തൽ ഹൽക്ക്, ഇവിടെയുള്ള അവയവത്തിൻ്റെ പേര് എപ്പിഗ്ലോട്ടിസ്. ഇതിന് മഹ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഓക്കെ. ഇനി അടുത്തത് ഏറ്റവും മുകളിലുള്ള അല്ലെങ്കിൽ അദിനൽ ഹൽക്ക്. അദിന എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ഭാഗം. ഏറ്റവും അടുത്ത ഭാഗത്തിനാണ് അദിന എന്ന് പറയുന്നത്. അപ്പോൾ വായ നമ്മളിങ്ങനെ പുറപ്പെടുകയാണെങ്കിൽ ഏറ്റവും അടുത്തത് ഇതാണ്. ഓക്കെ. ഈ ഒരു ഏരിയയിൽ ഉള്ള 2 അവയവങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് യൂല എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുനാകാണിത്. ചെറുനാഗം നമ്മൾ വായ ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു തൂങ്ങി കിടക്കുന്ന ഒരു ഭാഗം കാണില്ല, അതാണിത്. അതും നമ്മളുടെ നാവിൻ്റെ വേര്. നാവാണിത്. നാവിൻ്റെ ഏറ്റവും അറ്റത്തുള്ള സ്റ്റാർട്ടിങ്, നാവിൻ്റെ തുടക്കത്തിലുള്ള ഭാഗം, അല്ലെങ്കിൽ വേര്, അല്ലെങ്കിൽ മുരട്, അല്ലെങ്കിൽ ജദറുൽ ലിസാൻ എന്നൊക്കെ പറയാം. ഈ ഒരു ഭാഗമാണ് 3ാമത്തെ മഹ്റജ്. അങ്ങനെ 3 മഹ്റജാണ് ഇവിടെ നിന്നുള്ളത്. തൊണ്ടയിൽ നിന്ന് 3 മഹ്റജാണ്. നമ്മൾ ഇനിയും പറയും, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പിക്ചറിൽ ഒന്നും കൂടി പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ തൊണ്ടയ്ക്ക് 3 മഹ്റജ് പോയിൻ്റാണുള്ളത്. ഒന്ന് അഖ്സൽ ഹൽക്ക്, അഖ്സ എന്ന് പറഞ്ഞാൽ ദൂരത്തിൽ, അഖ്സൽ ഹൽക്ക്, വസത്തൽ ഹൽക്ക്, അദിനൽ ഹൽക്ക്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അതിൽ നിന്ന് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ അഖ്സൽ ഹൽക്ക്. അഖ്സൽ ഹൽക്കിയുടെ അവയവം എന്ന് പറയുന്നത് ഇതാണ് വോക്കൽ കോഡ്. അഖ്സൽ ഹൽക്കിലുള്ള അവയവം വോക്കൽ കോഡാണ്. വോക്കൽ കോഡിൽ നിന്നും പുറപ്പെടുന്നത് 2 അക്ഷരങ്ങളാണ്, ഹ, ഹംസ. ഹംസ, ഹ, അങ്ങനെ 2 അക്ഷരങ്ങളാണ് അഖ്സൽ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്നത്. നമ്മൾ ഓരോ അക്ഷരത്തിനെ പറ്റി നമ്മൾ പഠിക്കും. അഖ്സൽ ഹൽക്കിൽ നിന്നും 2 അക്ഷരങ്ങൾ. ദെൻ വസത്തൽ ഹൽക്ക്, സെൻറ്റർ ഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസിൽ നിന്നും 2 അക്ഷരങ്ങളാണ്, ഐൻ, ഹ. ഐൻ, ഹ. ഇനി തൊണ്ടയുടെ ഏറ്റവും അടുത്ത ഭാഗം അല്ലെങ്കിൽ അദിനൽ ഹൽക്ക്. അദിനൽ ഹൽക്കിൽ നിന്നും 2 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. ഒന്ന് ഗോയിൻ, മറ്റൊന്ന് ഹോ. ഗോയിൻ, ഹോ. ഓക്കെ. അപ്പോൾ ഇവിടെ എഴുതിയത് തൊണ്ടയുടെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. തൊണ്ടയിൽ നിന്ന് 6 അക്ഷരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. ഈ 6 അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നത്. 3 മഹ്റജ് പോയിൻ്റാണ്. അപ്പോൾ മഹ്റജ് പോയിൻ്റ് നമ്മൾ പഠിച്ചു. ഒന്ന് അഖ്സൽ ഹൽക്ക്, വസത്തൽ ഹൽക്ക്, അദിനൽ ഹൽക്ക്. അപ്പോൾ 3 മഹ്റജ് പോയിൻ്റാണ്. 1, 2, 3 3 മഹ്റജ് പോയിൻ്റാണ്. ഇപ്പോൾ ഈ ഒരു അക്ഷരങ്ങളെ വിളിക്കുന്നത് ഹുറൂഫുൽ ഹൽക്കിയ എന്നാണ്. ഹുറൂഫുൽ ഹൽക്കിയ അങ്ങനെ പറയാനുള്ള കാരണം, ഇത് ഹൽക്കിൽ നിന്ന്, ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. ഹൽക്ക് തൊണ്ട. തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് ഈ അക്ഷരത്തിന് എന്ത് പറയുന്നത്, ഹുറൂഫുൽ ഹൽക്കിയ. ഓക്കെ. മനസ്സിലാവാത്തവർ വീണ്ടും വീണ്ടും കേട്ടാൽ മനസ്സിലായിക്കോളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അവയവങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ, 1ാമത്തെ മഹ്റജായിട്ട് നമ്മൾ പറഞ്ഞത് അഖ്സൽ ഹൽക്ക്. അഖ്സൽ ഹൽക്ക് ഇതാണ് നമ്മൾ വായ. ഓക്കെ. ഇതാണല്ലോ നമ്മൾ ചുണ്ട്, നമ്മളെ വായ ഇതാണ്. അപ്പോൾ വായയിൽ നിന്ന് വരുന്നാൽ ഏറ്റവും അകലെയുള്ളതാണ് ഇത്, ഈ ഒരു അവയവം എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡ് അല്ലെങ്കിൽ അഖ്സൽ ഹൽക്ക്. വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന ഒരു അവയവം. അക്ഷരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടുന്നാണ്, വോക്കൽ കോഡിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഏറ്റവും വായയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അകലത്തുള്ളത് കൊണ്ടാണ് ഏറ്റവും അകലെയുള്ളത് അല്ലെങ്കിൽ
അഖ്സ എന്ന് പറയാൻ കാരണം അഖ്സ അല്ലെങ്കിൽ ഏറ്റവും അകലെയുള്ളത്. ഇനി ഇതാണ് നമ്മളുടെ യൂല നോ എപ്പിഗ്ലോട്ടിസ് ആണിത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മഖ്റജ്. ഇതാണ് വസത്തൽ ഹൽക്ക്. വസത്ത എന്ന് പറയുമ്പോൾ ഇതുമാണ് വേറൊന്ന് രണ്ടെണ്ണമുള്ളത്. അതിൻ്റെ സെൻറ്ററിലാണ് കിടക്കുന്നത്. ഇത് വസത്ത എന്ന് പറഞ്ഞാൽ നടുക്ക്, സെൻറ്റർ എന്നർത്ഥം, നടുഭാഗം. ഓക്കെ, അപ്പോൾ വസത്തൽ ഹൽക്കാണ്. ഇതാണ് എപ്പിഗ്ലോട്ടിസ്. ഇതാണ് വസത്തൽ ഹൽക്ക്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചെറുനാഗ്. ഇതാണ് ചെറുനാഗ്. നമ്മൾ വായ നല്ലോണം വായ ഓപ്പൺ ചെയ്താൽ ഒരു ഭാഗം അങ്ങനെ തുണി കിടക്കുന്നത് കാണൂലേ, ആ ഒരു ഭാഗത്തിനാണ് എന്ത് പറയുന്നത് ചെറുനാഗ്, അല്ലെങ്കിൽ യൂല പറയും. യൂല. ഓക്കെ, അതാണ് ഈ ഒരു തേർഡ് പാർട്ടിന് അല്ലെങ്കിൽ മൂന്നാമത്തെ മഖ്റജിന് 2 പോയിന്റുകളുണ്ട്. ഒന്ന് ഇതുമാണ്, ഒന്ന് നാവിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ്. നാവിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ്, അല്ലെങ്കിൽ നാവ് ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ നാവ് ഉത്ഭവിക്കുന്ന ഒരു സ്ഥലം, നാവിൻ്റെ മുരട്, അല്ലെങ്കിൽ ജദറുൽ ലിസാൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 2 അവയവങ്ങൾ കൂടിയാണ് ഈ ഓരോ മഖ്റജിൽ നിന്നും ഈ 2 അക്ഷരങ്ങളാണ്. ഓരോ മഖ്റജ് പോയിന്റിൽ നിന്നും 2 അക്ഷരങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു വോക്കൽ കോഡിൽ നിന്ന് 2 അക്ഷരങ്ങളാണ് ഹംസ, ഹ. ഇവിടെ നിന്ന് 2 അക്ഷരങ്ങളാണ് ഐൻ, ഹ. ഇവിടെ ആണെങ്കിൽ ഗോയിൻ, ഹോ. അങ്ങനെ 6 അക്ഷരങ്ങളാണ്. 3 മഖ്റജ് പോയിന്റിൽ നിന്നും 6 അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ പേര് വരാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അല്ലേ. നമ്മളുടെ നെഞ്ഞിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഇതാണ്. ഓക്കെ, അതനുസരിച്ചിട്ടല്ല നമ്മളിത് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജ് പറയുമ്പോൾ വായയോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. ഓക്കെ, വായയോട് ഏറ്റവും അടുത്തിരിക്കുന്നത് സെൻറ്ററിലുള്ളത്, 3 സെൻറ്ററിൽ ഏറ്റവും അറ്റത്തുള്ളത്. അങ്ങനെയാണ് 3 മഖ്റജ്. മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നിന്നുള്ള ഫസ്റ്റ് മഖ്റജ് പോയിന്റ് അഖ്സൽ ഹൽക്കിൽ നിന്നും 2 അക്ഷരങ്ങളാണ് പുറപ്പെടുക എന്ന് പറഞ്ഞല്ലോ. അതിലൊന്നാണ് ഹംസ, മറ്റൊന്ന് ഹ. ഓക്കെ, അപ്പോൾ ഓരോന്നിനെ പറ്റി നമുക്ക് നോക്കാം. ഇതാണ് ഹംസയുടെ മഖ്റജ്. സുക്കൂനുള്ള ഹംസയുടെ മഖ്റജാണിത്. നമ്മൾ ഒരക്ഷരം പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ 2 ഭാഗങ്ങൾ വേണം. 2 ഭാഗങ്ങളുണ്ടെങ്കിലാണ് ഒരക്ഷരങ്ങൾ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു ഭാഗം കൊണ്ട് മാത്രം ഒരു സൗണ്ട് ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ഒരു കൈ കൊണ്ട് മാത്രം നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ 2 കൈയും കൂട്ടിമുട്ടി നമുക്ക് എന്തുണ്ടാവും, ഒരു സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാണെങ്കിൽ 2 ഭാഗം വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഹംസയുടെ മഖ്റജ് എന്ന് പറയുന്നത് വോക്കൽ കോഡാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വോക്കൽ കോഡിൻ്റെ ഒരു എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ സൂം ചെയ്തിട്ടുള്ളൊരു രൂപമാണിത്. വോക്കൽ കോഡിൻ്റെ ഈ 2 പാളികളില്ലേ, ഇന്ന് 2 വൈറ്റ് കളറിൽ 2 പാളികൾ കാണുന്നില്ലേ, ഈ 2 പാളികളാണ് ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് 2 പാളികളും, ഈ 2 പാളികളാണ് ഹംസയുടെ മഖ്റജ്. ഹംസയുടെ മഖ്റജ് ഈ 2 പാളികളാണ്. അപ്പോൾ ഹംസയ്ക്ക് സുക്കൂനിടുന്ന സമയത്ത് 2 പാളികൾ തമ്മിൽ അടഞ്ഞു പോകും. സുക്കൂനിടുന്ന ഹംസ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് 2 പാളികൾ അങ്ങ് കൂട്ടിമുട്ടി അടഞ്ഞു പോകും. അപ്പോൾ ഒരു അക്ഷരത്തിന് സുക്കൂനിടുക എന്ന് പറഞ്ഞാൽ 2 മഖ്റജും കൂടി പോയിൻറ്റും കൂടി കൊളൈഡ് അല്ല കൊലീഷനാണ് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടലാണ്. ഒരക്ഷരത്തിന് സുക്കൂനിടുക എന്ന് പറഞ്ഞാൽ മഖ്റജ് പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ സുക്കൂനുള്ള ഹംസ പറയുന്ന സമയത്ത് ഇതിൻ്റെ 2 പാളികളും വോക്കൽ കോഡിന് 2 പാളികളുണ്ട്. വോക്കൽ കോഡിൽ നിന്നും സൗണ്ട് പുറപ്പെടുന്ന സമയത്ത് പല സൗണ്ടിനും പല രീതിയിലുമാണ് ഇതിൻ്റെ വർക്കിംഗ് ഉണ്ടാകുക. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ അല്ലേ, മഹാരിജുൽ ഹുറൂഫ് അല്ലെങ്കിൽ തജ്വീദിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ 2ാമത്തെ ഭാഗത്തിൽ നമ്മൾ എന്തിൻ്റെ ഫങ്ഷൻ കാണിക്കുന്നുണ്ട്, അതിലൊരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ
വോക്കൽ കോഡിൻ്റെ ഫങ്ഷനിങ്. അപ്പോൾ വോക്കൽ കോഡ് ഫങ്ഷൻ പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത അക്ഷരങ്ങൾ പുറപ്പെടുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് ഉണ്ടാകുക. അപ്പോൾ നമ്മളിവിടെ ഹംസ എല്ലാ അക്ഷരത്തിൻ്റെയും മഖ്റജ് പോയിൻ്റ് എന്തല്ല, വോക്കൽ കോഡല്ല. 2 അക്ഷരങ്ങൾ മാത്രമാണ് വോക്കൽ കോഡ് മഖ്റജ് പോയിൻ്റായിട്ട് ഉള്ളത്. ഒന്ന് ഹംസയാണ്, ഒന്ന് ഹായാണ്. ബാക്കിയുള്ള എല്ലാ അക്ഷരത്തിൻ്റെയും സൗണ്ട് ഉത്ഭവിക്കുക എവിടെ നിന്നാണ്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏക അവയവം നമ്മുടെ ബോഡിയിലുള്ളത് വോക്കൽ കോഡാണ്. വോക്കൽ കോഡിൽ നിന്നാണ് എല്ലാ സൗണ്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ഈ നമ്മൾ അറബിയിലുള്ള നമുക്ക് വ്യത്യസ്ത 28 അക്ഷരങ്ങൾ 3 മദ്ദും ഉണ്ടല്ലോ. അത് വ്യത്യസ്ത ഇവിടെ നിന്ന് വരുന്ന അല്ലെങ്കിൽ വോക്കൽ കോഡിൽ നിന്ന് വരുന്ന സൗണ്ടുകൾ വ്യത്യസ്ത അവയവങ്ങളിൽ തട്ടുകയും വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെയാണ് എന്തുണ്ടാകുന്നത്, ഓരോ അക്ഷരങ്ങളും ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹംസയെ പറ്റിയാണ്. ഹംസ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹംസയുടെ മഖ്റജ് പോയിൻ്റ് തന്നെ വോക്കൽ കോഡാണ്. ഹംസയുടെയും ഹായുടെയും മഖ്റജ് പോയിൻ്റ് തന്നെ എന്താണ്? വോക്കൽ കോഡാണ്. അപ്പോൾ വോക്കൽ കോഡ് അടയുന്നത് മൂലമാണ് ഹംസയ്ക്ക് സുക്കൂൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു അക്ഷരത്തിൻ്റെ മഖ്റജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. അക്ഷരത്തിന് സുക്കൂൻ ഇടുകയും തൊട്ട് ബാക്കിൽ വേറൊരു അക്ഷരത്തിന് ഹർക്ക ഇടുകയും. സുക്കൂനിടുന്ന അക്ഷരം സുക്കൂനിട്ടിട്ടൊരു അക്ഷരം അറബിയിൽ പ്രൊനൗൺസ് ചെയ്യൂല. അപ്പോൾ നമ്മളത് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ തൊട്ട് ബാക്കിൽ എന്ത് ചെയ്യണം, ഒരു ഹർക്കയുള്ള അക്ഷരം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഹംസയ്ക്ക് ഫത്തഹ ഇട്ടിട്ടാണ് എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിച്ച് നോക്കുക. മഖ്റജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹംസയ്ക്ക് ഫത്തഹ ഇട്ടിട്ടാണ് നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിച്ച് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഹംസ തന്നെ ആയതുകൊണ്ട് നമുക്ക് യാക്ക് ഫത്തഹ ഇട്ടിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ യാക്ക് ഫത്തഹ ഇട്ട് ഹംസ സുക്കൂൻ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് യ യ യ, അനി ബ ആണെങ്കിൽ ബി ബി. ഓക്കെ, അപ്പോൾ അവിടെ ഹംസയിൽ നമ്മൾ എന്ത് ചെയ്തു, വോക്കൽ കോഡ് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു അക്ഷരത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, ഹംസത്തുൽ ഖത്ത. അപ്പോൾ നമ്മൾ സിഫ പഠിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ സെപ്പറേറ്റ് എടുക്കുന്ന സമയത്തും നമ്മളതെങ്ങനെയാണ് ഉച്ചരിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളതിൻ്റെ മഖ്റജാണ് പറയുന്നത്. ഇപ്പോൾ മഖ്റജ് പോയിന്റിൽ ഈ അതിൻ്റെ മഖ്റജിൻ്റെ 2 വോക്കൽ കോഡിൻ്റെ 2 പാളികളും അടഞ്ഞുകൊണ്ടാണ് ഹംസയ്ക്ക് സുക്കൂന് പ്രൊനൗൺസ്. പിന്നെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. യ ബി, പിന്നെ അവിടെ ഹാ സുക്കൂൻ ഇട്ടുകൊണ്ട് അല്ലേ, ഹംസയുടെ സുക്കൂൻ ഇട്ടുകൊണ്ട് നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമ്മൾ എല്ലാ സമയത്തും സുക്കൂൻ ഇട്ടിട്ടല്ലല്ലോ നമ്മൾ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്തിടും? സുക്കൂനിടും, ഹർക്കയിടും. അപ്പോൾ ഹർക്കയിടുന്ന ഹംസയാണെങ്കിൽ ഈ പാളികൾ തമ്മിൽ അകലും. കാരണം നമുക്ക് ഫത്തഹ ആണെങ്കിൽ ഫത്തഹ പ്രൊനൗൺസ് ചെയ്യണം. അവിടെ 2 പാളി അടഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ എന്ത് ചെയ്യില്ല, സൗണ്ട് പുറത്തേക്ക് വരില്ല അല്ലേ, ഒന്നും പുറത്തേക്ക് വരാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ഫത്തഹ കെസ്റ ദമ്മയൊക്കെ ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഈ ഒരു അവയവത്തിന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കും. അതാണ് പാളികൾ അകലും. ഓക്കെ, അപ്പോൾ ഹംസയ്ക്ക് ഫത്തഹ ഇടുകയാണെങ്കിൽ ആ ഇ ഉ. അപ്പോൾ നമ്മൾ ഹംസ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളത്തിലുള്ള അക്ഷരമല്ലേ വായെന്ന് പുറപ്പെടുന്ന ആ അതുപോലെ പറയരുത്. ഓക്കെ, അത് ഈ നമ്മൾ തൊണ്ടയിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ ഹംസ പറയുന്ന സമയത്ത് നമ്മൾ തൊണ്ടയെ തൊട്ട് നോക്കിയാൽ നമുക്ക് തൊണ്ടയിലൊരു വൈബ്രേഷൻ, ഇങ്ങനെ ഒരു അനക്കം നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഓക്കെ, അങ്ങനെയാണ്. അതാണ് ഹംസ. നെക്സ്റ്റ് അടുത്ത അക്ഷരം എന്താണ്? ഹായാണ്. ഹാ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡിൻ്റെ പാളികൾ തമ്മിൽ ഭാഗികമായി കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കില്ല, കംപ്ലീറ്റ് ക്ലോസ്ഡും ആയിരിക്കില്ല. ഹാ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ടും ഓപ്പൺ അല്ല, മുഴുവനായിട്ടും ക്ലോസും അല്ല. ഒരക്ഷരത്തിൻ്റെ സ്വഭാവമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യമാണത്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് ഈ അക്ഷരം കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുക. നമ്മളുടെ ഹാ കറക്റ്റാണെങ്കിൽ വോക്കൽ കോഡ് പാർഷ്യലി ഓപ്പൺ ആയിരിക്കണം. കംപ്ലീറ്റ്ലി ഓപ്പൺ ആയാലും അടഞ്ഞാലും നമുക്ക് പ്രൊനൗൺസ് ഹംസയായി പോവും. കംപ്ലീറ്റ് ഓപ്പൺ ആയാൽ നമ്മൾ ഈ അക്ഷരത്തിൻ്റെ സ്വഭാവങ്ങൾ മുഴുവനും പാലിക്കാതെ
പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്താണ് അത് കംപ്ലീറ്റ് ഓപ്പൺ ആയി പോകുന്നത്. ഹ ഹ ഓക്കെ, ഹ ഓക്കെ. നമുക്കൊന്നും കൂടി നോക്കാം. വേർഡ് ആദ്യം നമ്മൾ ഹംസയാണ്. ഹംസ സുക്കൂനിട്ടതും ഹംസ ഹർക്കുള്ളതും. അപ്പോൾ വോക്കൽ കോഡ് ക്ലോസ് ആവും, മുഴുവനും ക്ലോസ് ആവും. സുക്കൂനിടുന്ന സമയത്ത് വോക്കൽ കോഡ് മുഴുവനും ക്ലോസ് ആയിരിക്കും, അടഞ്ഞു കിടക്കും. അതിലുകൂടി എന്തില്ല, ഒരു എയറും ഒരു ശബ്ദവും ഒരു വായുവും അല്ലെങ്കിൽ ഒരു കാറ്റും എന്ത് വരുന്നില്ല, പുറത്തേക്ക് വരില്ല. ശബ്ദവും കാറ്റും ഒന്നും പിന്നെ പുറത്തേക്ക് വരില്ല. അടഞ്ഞു കഴിഞ്ഞ് സുക്കൂനിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അടഞ്ഞ്, പിന്നെ നമ്മൾ ഹർക്ക ഇടുന്ന സമയത്താണ് അത് ഓപ്പൺ ആയിട്ടായിരുന്നു സൗണ്ട് പിന്നെ പുറത്തേക്ക് വരിക. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഹ ആണെങ്കിൽ വോക്കൽ കോഡിന് വോക്കൽ കോഡാണ് ഇതിൻ്റെ മഹ്റജ്, രണ്ടക്ഷരത്തിൻ്റെ മഹ്റജ് വോക്കൽ കോഡാണ്. വോക്കൽ കോഡിനെ പാർഷ്യലായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ഹ എന്നുള്ള ഒരക്ഷരം പുറപ്പെടുക. ഹ ഓക്കെ, അതതിൻ്റെ ഓപ്പണിങ് കറക്റ്റാകുന്ന, നമ്മളെ അക്ഷരം കറക്റ്റാകുന്ന സമയത്ത് അവിടെ ഓപ്പണിങ് കറക്റ്റായിരിക്കും. നമ്മളെ അക്ഷരം കറക്റ്റ് അല്ലെങ്കിലാണ് ഓപ്പണിങ്ങിൽ വ്യത്യാസം വരിക. അപ്പോൾ ഈ ഒരു മഹ്റജ് ഓപ്പൺ ആയതുകൊണ്ട് അതിന് സൗണ്ട് എയറൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് നമ്മളെ അക്ഷരത്തിൻ്റെ സിഫ അല്ലെങ്കിൽ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സിഫ പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ മഹ്റജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രൽ നിന്നല്ലേ, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു അവയവത്തിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വസത്തൽ ഹൽഖ്, ഇതിൽ നിന്ന് 2 അക്ഷരങ്ങളാണുള്ളത്, ഐൻ ആൻഡ് ഹ. ഐൻ ആൻഡ് ഹ. അപ്പോൾ ഈ 2 അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസിനെ പിറകിലോട്ട് തള്ളുക ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് നമ്മൾ ആ പിക്ചറിൽ കണ്ടല്ലോ, എപ്പിഗ്ലോട്ടിസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ശരീരത്തിൽ ഇതിനോട് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ 2 പൈപ്പുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. ഇതൊരു ഗ്രീൻ കളറിലുള്ളത് ഫുഡാണ്. ഫുഡ് വിഴുങ്ങുന്ന സമയത്ത് എന്താ എപ്പിഗ്ലോട്ടിസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, പറയാം. അപ്പോൾ നമ്മൾ ഫുഡ് വിഴുങ്ങുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ്, ഇതാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, എപ്പിഗ്ലോട്ടിസാണിത്. അപ്പോൾ ഫുഡ് ഇതിലെങ്ങനെ വരുന്ന സമയത്ത് 2 പൈപ്പുകളുണ്ട് ഇവിടെ. 2 പൈപ്പുകളുണ്ട്. ഒന്ന് ഫുഡ് പൈപ്പാണ്, മറ്റൊന്ന് എയർ പൈപ്പാണ്. അപ്പോൾ ഫുഡ് പൈപ്പിലൂടെ ഭക്ഷണങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു, എയർ പൈപ്പിനെ അടയ്ക്കും. എപ്പിഗ്ലോട്ടിസ് താഴോട്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവയവമാണ്, മസിലാണിത്. ഓക്കെ, നാവ് പോലത്തെ ഒരു മസിലാണ്, അതിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ എയർ പൈപ്പാണിത്. എയർ പൈപ്പ് അടയും. എയർ പൈപ്പ് അടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തരിപ്പ് പോവില്ലേ, തരിപ്പ് പോയി നമ്മൾ ചുമയ്ക്കൂലേ, അത് ഈ കറക്റ്റ് ഈ വർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. വർക്ക് ചെയ്യാൻ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഇത് അടഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഭക്ഷണം ഫുഡ് പൈപ്പ് തൊട്ടിപ്പുറത്തുണ്ട്, ഇതാണ് ഫുഡ് പൈപ്പ്. അപ്പോൾ ഫുഡ് പൈപ്പിലേക്ക് പോകേണ്ട ഭക്ഷണം എവിടേക്ക് പോകും, എയർ പൈപ്പിലോട്ട് പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് തരിപ്പ് പോകാന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നു. ഒന്നും കൂടി നോക്കൂ, ഗ്രീൻ കളറിലുള്ളതാണ് ഫുഡ്. ആ മഞ്ഞ റൗണ്ടിനുള്ളിലുള്ളതാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, കണ്ടില്ലേ, അതാണ് സുബ്ഹാനല്ലാഹ് നമുക്ക് ബോഡിയിൽ അല്ലെങ്കിൽ ബയോളജിക്കലി ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ഫങ്ഷൻ അതാണ്. ഈ ഒരു എപ്പിഗ്ലോട്ടിസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, 2 അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് പിറകിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, ഇത് നമ്മുടെ വോക്കൽ കോഡാണല്ലോ. വോക്കൽ കോഡ് ഇത് എയർ പൈപ്പാണിത്, എയർ പൈപ്പാണ്. ഓക്കെ, നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഉള്ള അല്ലേ, നമ്മളെ വായുവിനെ ലങ്സിലോട്ട് എത്തിക്കുന്ന ഒരു പൈപ്പാണ് ഇത്. തൊട്ടിപ്പുറത്തുള്ളതാണ് ഫുഡ് പൈപ്പ്. അപ്പോൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ, ശരിക്കും ഒരു ലീഫിൻ്റെ ആകൃതിയിലുള്ളൊരു അവയവമാണ്. നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയിട്ടാണ് നമുക്കിതിങ്ങനെ ഈ ഒരു രൂപത്തിൽ കാണുന്നത്. ഇതിന് കുറച്ച് വീതിയുള്ളൊരു ലീഫിൻ്റെ രൂപത്തിലാണ് ഇതുണ്ടാകുക. ഓക്കെ,
അപ്പോൾ ഇത് ഫുഡ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഇത് ഈ ഒരു പൈപ്പിനെ അങ്ങ് അടയ്ക്കും. ഓക്കെ, അപ്പോൾ ഫുഡ് നേരെ അങ്ങോട്ട് ഫുഡ് പൈപ്പിലോട്ട് അങ്ങ് പോകും. ഫുഡ് പൈപ്പിലോട്ട് പോവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് തരിപ്പ് പോവുകയെന്ന് അറിയുന്നില്ലേ, അത് സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിഗ്ലോട്ടിസിൽ നിന്നാണ് 2 അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 അക്ഷരങ്ങൾ, ഒന്ന് ഹ, മറ്റൊന്ന് ഐൻ. ഐൻ ആൻഡ് ഹ 2 അക്ഷരങ്ങളാണ് എപ്പിഗ്ലോട്ടിസിൽ നിന്ന് പുറപ്പെടുന്നത്. ഇതാ ഇവിടെ പിറകോട്ട് വലിക്കുന്ന സമയത്താണ് 2 അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഈ നമ്മളെ തൊണ്ടയുടെ ഭിത്തിയിലോട്ട് അങ്ങോട്ട് പിറകോട്ട് വലിക്കുന്ന സമയത്ത്, വലിച്ചു പിടിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, 2 അക്ഷരങ്ങളും പുറപ്പെടുന്നത്. അപ്പോൾ ഈ 2 അക്ഷരത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹായെക്കാട്ടിൽ ഹ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഹയുടെ മഹ്റജിന് കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ട്. പക്ഷേ ഐനിൻ്റെതാണെങ്കിൽ ഗ്യാപ്പ് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ. ഈ മഹ്റജ് പോയിൻ്റുകൾ തമ്മിലാട്ടോ. ഇതിൻ്റെ 2 മഹ്റജ് എന്ന് പറയുന്നത്, ഒന്ന് തൊണ്ടയുടെ ഭിത്തിയാണ്, ഭിത്തിയിലോട്ടാണ് എന്ത് വരുന്നത്, ഈ എപ്പിഗ്ലോട്ടിസിനെ ബാക്കോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ട് വലിക്കുക ചെയ്യുക. അതിൽ അകലം കുറവായിരിക്കും, ഗ്യാപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇതിൻ്റെ സ്വിഫയായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വിഫ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടിയും പറയും അത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കുറച്ചുണ്ട്, തീരെ ഇല്ലാതെയല്ല, കംപ്ലീറ്റ് അടഞ്ഞു പോയില്ല. നമ്മൾ മീമ് ബാ ഒക്കെ പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് അടഞ്ഞു പോയില്ല, അങ്ങനെ അടയുന്നില്ല. ഇവിടെ എന്തുണ്ട്, ഒരിത്തിരി ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, മീമാണെങ്കിൽ നമുക്ക് വേറൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, മൂക്കിലൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ബാ ആണെങ്കിൽ തീരെ ഗ്യാപ്പ് ഇല്ലാത്തതാണ്. ഓക്കെ, അതൊക്കെ സിഫയായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓക്കെ, പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കൂ, ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഇതിൻ്റെ മഹ്റജ്, ഹായുടെ മഹ്റജ്. 2 എപ്പിഗ്ലോട്ടിസാണ് മൊത്തത്തിൽ പറയുന്ന സമയത്ത്, 2ഉം വസുത്തൽ ഹൽക്കാണ്. രണ്ടിൻ്റെയും ഉച്ചാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവം എന്ന് പറയുന്നത് എപ്പിഗ്ലോട്ടിസാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നാണ് എന്ത് വരുന്നത്, ഹ. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ഇത്തിരി താഴോട്ടാണുള്ളത്, കുറച്ച് ഹ ഐൻ, ഒരു ഡോട്ട്, ഒരു പുള്ളി ഉണ്ട് അവിടെ. ഓക്കെ, ഒന്നും കൂടി സൂം ചെയ്ത് കാണിക്കുക. ആ ഒരു പുള്ളിയില്ലേ, എപ്പിഗ്ലോട്ടിസിൻ്റെ അറ്റത്തു നിന്നാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു ഇത്തിരി താഴോട്ടാണുള്ളത്, ഒരു പുള്ളി, ഒരു വൈറ്റ് ഡോട്ടില്ലേ, ഇതവിടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ 2 അക്ഷരം, വസുത്തൽ ഹൽക്കിൽ നിന്നുള്ള 2 അക്ഷരം ഐൻ ആൻഡ് ഹ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അദിനൽ ഹൽക്ക്. അദിനൽ ഹൽക്ക് എന്ന് പറയുന്നത് തൊണ്ടയായിട്ട് ഏറ്റവും അടുത്ത ഭാഗം, വായുടെ ഏറ്റവും അടുത്ത ഭാഗത്തു നിന്നാണ് ആദ്യത്തിനാണ് എന്ത് പറയുന്നത്, അദിനൽ ഹൽക്ക്. അദിനൽ ഹൽക്കിൽ നിന്നും 2 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്, ഹ ആൻഡ് ഗൈൻ. ഗൈൻ ഹ, ഗൈൻ ഹ. അപ്പോൾ ഗൈൻ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഗൈൻ, ഗൈൻ്റെ മഹ്റജ് എന്താണ്, മഹ്റജ് റൂട്ട് ഓഫ് ദി ടങ്ക്. ടങ്കിൻ്റെ റൂട്ട് എങ്ങോട്ട് റേസ് ചെയ്യുക, യൂലോട്ട്, യൂലയുടെ ഭാഗത്തിലോട്ട് റേസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നാവിൻ്റെ മുരട്, അല്ലെങ്കിൽ നാവിൻ്റെ റൂട്ട്, നാവിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നാവിൻ്റെ റൂട്ടിനെ, ഇതാണ് നമ്മളെ യൂല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ചെറുനാക്ക് പറഞ്ഞില്ലേ, ചെറുനാക്ക്. അപ്പോൾ യൂലയിലോട്ട് റേസ് ചെയ്യുക. പക്ഷേ എന്ത് ചെയ്യുക, ഈ മഹ്റജ് പോയിൻ്റ് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. മഹ്റജിൻ്റെ പോയിൻ്റുകൾ തമ്മിൽ രണ്ടും ടച്ച് ചെയ്യുന്നില്ല. ഇത് രണ്ടും തമ്മിലൊരു ഫ്രിക്ഷനായിട്ടാണ്, ഒരു എന്താണ്, ഒരു ഫ്രിക്ഷൻ സൗണ്ടാണ് അതിൽ നിന്ന് പുറപ്പെടുക. ഓക്കെ, ഓയിൻ, ഓയിൻ. അപ്പോൾ ഇവിടെ ഈ മഹ്റജ് പോയിൻ്റ് അടയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മഹ്റജ് പോയിൻറ്റിൽ 2 മഹ്റജ് പാർട്ടുകൾ, 2 ഭാഗങ്ങളും, മഹ്റജിന് 2 ഭാഗങ്ങൾ ഉണ്ടാവില്ല, 2 ഭാഗങ്ങൾ തമ്മിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഗൈനിൻ്റെ എന്താണ് സൗണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ പറ്റും, അടഞ്ഞു പോകുന്നില്ല, സൗണ്ട് സ്റ്റോപ്പായി ബ്ലോക്കായി പോകുന്നില്ല.
മഹ്റജ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് ബ്ലോക്ക് ആവും. ഓക്കെ, അത് നമുക്ക് ആ ഓ ആ ഓ ഓയി ഓ ആ ഓ അല്ലേ, നമുക്ക് എത്ര എന്ത് ചെയ്യാം, സൗണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് മഹ്റജ് പോയിൻ്റ് എഴുതുന്നില്ല, അടഞ്ഞു കിടക്കുന്നില്ല. ഓയിൻ. ഓക്കെ, ഇനി നമുക്ക് ഹ നോക്കാം. ഹായുടെ മഹ്റജ് എന്താണ്? നമ്മൾ പറയുന്ന സമയത്ത് രണ്ടും അല്ലേ റൂട്ട് ഓഫ് ദി ടങ്ക് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ടങ്കിൻ്റെ റൂട്ട് യൂലോയിലോട്ട് റേസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഹോയ്ക്കുള്ളത്. റൈനിനും ഹോയ്ക്കും അതേ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹായുടെ മഹ്റജ് ഈ യൂലയുടെ സ്റ്റാർട്ടിങ് അല്ലേ, നമ്മൾ റൈനിൻ്റെ മഹ്റജ് ആകുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു. ഓക്കെ, യൂലൻ്റെ എൻഡിലായിരുന്നു. പക്ഷേ ഹായുടെ മഹ്റജ് യൂലൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വായന്ന് വരുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് ഏത് മഹ്റജാണ്? ഹായുടെ മഹ്റജാണ് ആദ്യം വരിക. ഹായുടെ മഹ്റജ് കഴിഞ്ഞിട്ടാണ് ആരുടെ മഹ്റജ്? ഗൈനിൻ്റെ മഹ്റജ്. ഓക്കെ, അതാണ് ഒരു വ്യത്യാസമുള്ളത്. ഹായുടെ മഹ്റജ് രണ്ടും ഓപ്പണാണ്. മഹ്റജിൻ്റെ ഭാഗങ്ങൾ പാർട്ടുകൾ രണ്ടും ഓപ്പണാണ്. രണ്ടിനും ലെറ്ററിനെ എന്ത് ചെയ്യും, കൂടുതൽ നമുക്ക് ലെറ്ററിനെ നീട്ടാൻ പറ്റും. നീട്ടുന്ന നമുക്ക് ലെറ്റർ ഫ്ലോ ചെയ്യും, ലെറ്ററിൻ്റെ സൗണ്ട് ഫ്ലോ ചെയ്യിക്കാൻ പറ്റും. അല്ലേ, രണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ വ്യത്യാസമില്ല, കാരണം രണ്ടിൻ്റെയും മഹ്റജും രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഗ്യാപ്പുണ്ട്. പക്ഷേ സ്ഥലം യൂസ് ചെയ്യുന്ന സ്ഥലം ഈ ബാക്ക് പാർട്ട് ഓഫ് ദി ടങ്ക് ഏതിൻ്റെ നേരെയുള്ള യൂലൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിന് നേരെയുള്ളതാണ് ഹായുടേത്. റൈനാണെങ്കിൽ അത് എൻഡിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് രണ്ട് അക്ഷരങ്ങൾ. ഓക്കെ, അതിനെ ഖൽഖിൽ നിന്നും രണ്ട് അക്ഷരങ്ങളാണ് റൈൻ ആൻഡ് ഹ. റൈൻ ആൻഡ് ഹ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മഹ്റജ് പോയിൻ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിഫയുടെ കാര്യമാണത്. അത് സിഫായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ 3 മഹ്റജിൽ പോയിന്റിൽ നിന്നും 6 ലെറ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്. പിന്നെ അപ്പോൾ നമ്മൾ തൊണ്ടയുടെ 3 മഹ്റജ് പഠിച്ചില്ലേ? 3 മഹ്റജും 6 അക്ഷരങ്ങളും പഠിച്ചു. അപ്പോൾ ഈ 6 അക്ഷരങ്ങളിൽ നിന്നും 2 അക്ഷരത്തിന് പ്രത്യേകമായൊരു സ്വഭാവമുണ്ട്. 2 അക്ഷരത്തിന് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഓയിൻ ഹ, ഈ 2 അക്ഷരത്തിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മൾ മറ്റുള്ള അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ പൊസിഷൻ ഇങ്ങനെ ആയിരുന്നു അല്ലേ? നാവ് ഫ്ലാറ്റായിട്ടായിരുന്നു നാവ് കടന്നിരുന്നത്. അപ്പോൾ ഈ ഒരു അക്ഷരം, ഈ 2 അക്ഷരങ്ങളാണെങ്കിൽ നാവിൻ്റെ പിറകുവശം ഉയർന്നിട്ടുണ്ട്. നാവിൻ്റെ പിറകുവശം ഉയർത്തിക്കൊണ്ടാണ് ഈ 2 അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഇതിന് പ്രത്യേക സ്വഭാവമാണെന്ത്? ഇത് ഭാരം കൂടുതലുള്ള അക്ഷരങ്ങളാണ്. 2 അക്ഷരങ്ങളും ഭാരം കൂടുതലുള്ളതുകൊണ്ടാണ് ഇതിനെ എന്താണ് പിറകുവശം ഉയർത്തിയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിറകുവശത്തിൽ ഇങ്ങനെ കുറച്ചൊരു ഉയർന്നു വരുന്ന സമയത്ത് സൗണ്ട് ഇങ്ങോട്ടങ്ങ് പോകും. സൗണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകില്ല. ഓക്കെ, ഗൈനിനും ഹ 2 അക്ഷരത്തിനും ഉണ്ട് ആ ഒരു സ്വഭാവം. ഹാക്കാണെങ്കിലും എന്താണ് മറ്റുള്ള അക്ഷരങ്ങളൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നാവ് ഫ്ലാറ്റായിരുന്നു. ഇവിടെയാണ് നാവ് എന്ത് ചെയ്യുന്നത്? നാവ് ഉയർത്തിയിട്ടാണ് ഇതിനെ ഉച്ചരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഇത് പഠിക്കും, സിഫ പഠിക്കുമ്പോൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട സിഫയാണ് ഈ ഭാരം കൂടുതലും കുറവുമുള്ള അക്ഷരങ്ങൾ. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ കണ്ടോ, ഭാരമില്ലാത്ത അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹാഡ് കേസിൽ കണ്ടില്ല, നാവ് ഫ്ലാറ്റായിട്ടാണ് കിടക്കും, സാധാരണ പോലെ കിടക്കും. നമ്മളെങ്ങനെയാണോ റെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കിടക്കും. ഭാരം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉയർത്തും, ബാക്കിൽ ഇങ്ങനെ ഉയർത്തിയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ,
നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വൈപ്പം പറയുന്ന സമയത്തും നമുക്ക് അത്യാവശ്യമുള്ള ഉച്ചരിക്കാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും പറയും. അപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നവരൊന്നും ടെൻഷൻ ആയിരിക്കണ്ട. അപ്പോൾ നമ്മൾ പഠിക്കും. നിങ്ങൾ ശ്രമിക്കുക, പരമാവധി വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങ് പഠിച്ചോളൂ അത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ റബ്ബ് എല്ലാവർക്കും ഈ ഒരു അക്ഷരങ്ങളെ വിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ച് തരട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ നേടിയെടുക്കാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.